അമേരിക്കയുടെ അടച്ചുപൂട്ടൽ 4-ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ അമേരിക്കയിൽ കനത്ത പ്രതിസന്ധി തുടരുകയാണെന്നറിയാൻ സാധിക്കുകയാണ്. ഇപ്പോഴിതാ 4-ാം ആഴ്ച കടക്കുമ്പോൾ ഇന്ത്യയെ കളിയാക്കിക്കൊണ്ടിരുന്ന അമേരിക്ക, അവിടെ ജനങ്ങൾ തെരുവിൽ ക്യൂ നിൽക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടി എന്നാണ് നമ്മൾ രാവിലെ കൊടുത്തിരുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഒരു ഭിക്ഷക്കാരൻ്റെ റോളിലേക്ക് മാറുന്നു എന്നുള്ള ചോദ്യമാണ് ലോകമാധ്യമങ്ങളെല്ലാം ഉന്നയിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തൻ്റെ സുഹൃത്തുക്കളോട് കൈ നീട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിലെ പെൻറ്റഗണിലേക്ക് തുക സംഭാവനയായി തരണം, അല്ലെങ്കിൽ കടമായിട്ടെങ്കിലും തരണം. ഇത് ഇവിടെയുള്ള ഫെഡറൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാനാണ് എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമായിട്ടും പറയുന്നത്. ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്തൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി എന്ന് ഡൊണാൾഡ് ട്രംപിന് തന്നെ കൃത്യമായി മനസ്സിലായിരിക്കുന്നു. പോരാത്തതിന് സുഹൃത്തുക്കളോട് കൈനീട്ടുന്ന ഡൊണാൾഡ് ട്രംപിന് 130 മില്യൺ അമേരിക്കൻ ഡോളറാണ് ഇപ്പോൾ സംഭാവനയായി ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇതാരാണ് കൊടുത്തത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതയുമില്ല. അതുകൊണ്ട് തന്നെ ലോകമാധ്യമങ്ങളെല്ലാം ഇത് ഒരു അജ്ഞാതനാണ് ഡൊണാൾഡ് ട്രംപിന് കൊടുത്തത് എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഈ അജ്ഞാതൻ്റെ പേര് വെളിപ്പെടുത്താമോ എന്ന് ഡൊണാൾഡ് ട്രംപിനോട് ചോദിച്ചപ്പോൾ ആ പേര് വെളിപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപ് യാതൊരുവിധ സങ്കോചവുമില്ലാതെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ അജ്ഞാതനായി തന്നെ ഇരിക്കട്ടെ എന്നും ഡൊണാൾഡ് ട്രംപ് പറയുന്നു. കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് 6.5 ബില്യൺ വേണം ഇപ്പോൾ അമേരിക്കയ്ക്ക് ഒന്ന് പിടിച്ചു നിൽക്കാൻ, അല്ലെങ്കിൽ ശമ്പളം കൊടുക്കാൻ എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൊടുന്നനെ ഒരു 130 മില്യൺ അമേരിക്കൻ ഡോളർ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ പോക്കറ്റിലേക്ക് വന്ന് വീണിരിക്കുന്നത്. ഇത് ഡൊണാൾഡ് ട്രംപ് പെൻറ്റഗണിന് കൈമാറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും ഇതിനോടൊപ്പം പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.